ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഇതുപോലത്തെ സ്പോഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ടാൽക്കം പൗഡറിൻ്റെ ടിന്നാണ്. പിന്നെ നമ്മൾ ചാർട്ട് പേപ്പറും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നമുക്കിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ചാർട്ട് പേപ്പറിൽ നിന്നും നമ്മൾ വീതി കുറഞ്ഞ പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ് വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാർട്ട് പേപ്പറിൽ നിന്നും നമുക്കിതുപോലെ വീതി കുറഞ്ഞ പീസുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസുകളെല്ലാം വെച്ച് എങ്ങനെയാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ഒരു അറ്റം ഇതുപോലെ മടക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മളത് ബാക്കിലേക്കൊന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും റോൾ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വീണ്ടും വീണ്ടും ബാക്കിലേക്ക് മടക്കി റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവറായി കിട്ടും. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ബാക്കിലേക്ക് മടക്കി റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു ഫ്ലവറായി കിട്ടും. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ വരുന്ന ഭാഗം താഴെ വെച്ച് നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലവർ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി ഇതിനിടയിലൂടെ എല്ലാം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ചാർട്ട് പേപ്പർ വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തു. ഇതുപോലെ കുറേ ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. ഇപ്പം നമ്മൾ ഇതുപോലെ കുറേ പൂക്കൾ ഇവിടെ ചെയ്തെടുത്തു. ചാർട്ട് പേപ്പറിൽ നിന്നും ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതുപോലത്തെ ഈർപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസുകളാണ് നമുക്ക് വേണ്ടത്. അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചു. പിന്നീട് നമ്മളിവിടെ വൈറ്റ് കളർ തെർമോക്കോൾ ബാൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് കോർത്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഈർപ്പയുടെ പീസിലേക്ക് നമ്മൾ 3 തെർമോക്കോൾ ബാൾസ് ആണ് കോർത്തെടുക്കുന്നത്. അത് ഓരോന്നും കോർത്തെടുക്കുമ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് നമ്മൾ കുറേ എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടാൽക്കം പൗഡറിന്റെ ടിന്നിലുള്ള ഈ ഒരു ഭാഗം നമ്മൾ കീറിക്കളയാണ്. ഇതുപോലെ നമ്മളത് മുഴുവനായും കീറിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പോഞ്ച് കപ്പ് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവി ബോണ്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് നല്ലതുപോലെ അതിലേക്കൊന്ന് ഒട്ടിക്കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളുടെ താഴെയുള്ള ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് അതെല്ലാം ഒട്ടിച്ചെടുക്കണം. പൂക്കൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതും ഫെവി ബോണ്ട് വെച്ചാണ്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ നമുക്കിതിൽ നിറയെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ പൂക്കളെല്ലാം മുഴുവനായും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിതിൽ ടാൽക്കം പൗഡറിൻ്റെ ടിന്നിൻ്റെ താഴെയായി ചാർട്ട് പേപ്പർ വീതി കുറച്ച് കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസ് നമ്മൾ ഇതിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചാർട്ട് പേപ്പർ ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം.
അപ്പം നമുക്ക് ഇതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഓരോ ഫ്ലവറിൻ്റെയും ഇടയിലൂടെ ആയിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ തെർമോകോൾ ബാൾസിലേക്ക് ആവാതെ നോക്കണം. ഫെവി ബോണ്ട് ആയതുകൊണ്ട് തെർമോകോൾ ബാൾസിൽ തട്ടിയാൽ അത് ഉരുകിപ്പോവും. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഇതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിവിടെ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും വീതി കുറഞ്ഞ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും നമുക്കത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഇതും കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതും കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തു. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ചാർട്ട് പേപ്പറുകളൊക്കെ വെച്ച് വേറെയും ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.